തെരുവുനായ പ്രശ്നത്തിനെ കുറിച്ചിട്ടുള്ള പരിഹാരം ആയിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പു നൽകുന്നു 6 മാസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് പത്രപ്രവർത്തകർക്ക് നൽകിയത്. ഗൃഹനാഥിന്റെ വിമർശനത്തിന് പറയുകയുണ്ടായി, ഇവിടെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFനെ വളരെ ശക്തമായി അവരുടെ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള ശബരിനാഥ് പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇവിടെ CPM BJP ഡീലാണ്. അത് UDFും LDFും ഒരുമിക്കുമോ എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി. നമസ്കാരം. നാളെ വളരെ നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗം നടക്കുകയാണ്. 46 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ BJP ഗവൺമെന്റിനെ ആദ്യത്തെ 6 മാസം തികയുന്ന സമയത്ത് തന്നെ അവിശ്വാസം കൊണ്ടുവരും എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുകയുണ്ടായി. നാളെയാണ് നിർണായകമായിട്ടുള്ള ആ കൗൺസിൽ യോഗം നടക്കുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ അവിശ്വാസം അവതരിപ്പിക്കുമെന്നാണ് UDF പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ശബരിനാഥ് പറഞ്ഞത്. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിരുന്നു മേയറുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രസമ്മേളനത്തിലെ വിഷയം. ഇന്ന് തുടക്കത്തിൽ തന്നെ മേയർ ആദ്യം പറഞ്ഞത് 6 മാസം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് പത്രപ്രവർത്തകർക്ക് നൽകിയത്. അതിൽ പ്രധാനമായും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് കൊടുത്ത വാഗ്ദാനങ്ങളിൽ പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ് അതിനകത്ത് ജനങ്ങളോട് പറഞ്ഞിരുന്നത്. അത് ഒന്നാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ തെരുവുനായ ശല്യമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മാലിന്യ പ്രശ്നമാണ്. പിന്നെ ഉള്ളത് അഴിമതി തുറച്ചു നിൽക്കുക എന്നതാണ്. ഇതിൽ പ്രധാനമായും 6 മാസം ഭരണത്തിലേറി 6 മാസമായപ്പോൾ തന്നെ തെരുവുനായ പ്രശ്നത്തിനെ കുറിച്ചിട്ടുള്ള പരിഹാരം ആയിട്ടുണ്ട്. അദ്ദേഹം ഉറപ്പു നൽകുന്നു. മേയർ ഉറപ്പ് പറയുന്നു, മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യമുണ്ട് എങ്കിൽ അത് കൃത്യമായും കോർപ്പറേഷൻ അറിയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോഗ് സ്ക്വാഡ് ഹെൽത്ത് ടീമുണ്ട്, കോർപ്പറേഷൻ്റെ പട്ടിപിടുത്ത ടീമുണ്ട്. അവർ കൃത്യമായും വന്ന് അത് ചെയ്യുമെന്ന് തന്നെ പറയുകയുണ്ടായി. രണ്ടാമതായി പറഞ്ഞത് ഇവിടുത്തെ മാലിന്യ പ്രശ്നമാണ്. മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന് നിലവിലുണ്ടായിരുന്ന 46 വർഷത്തെ ആ ഭരണ സംവിധാനം തകിടം മറിച്ച് പോയ ഒരു സംരംഭമാണ് ഈ പറയുന്ന മാലിന്യ സംസ്കരണം എന്നത്. ആ മാലിന്യ സംസ്കരണത്തിനെ പൂർണ്ണ രീതിയിലോട്ട് കൊണ്ടുവരുന്നതിന് ഒട്ടനവധി കാര്യങ്ങൾ കോർപ്പറേഷന് ആവശ്യമായുണ്ട്. അതിന് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കേണ്ടായി. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നവും ഇതുപോലെ സംസ്ഥാനത്തിന് കോർപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കോർപ്പറേഷൻ കൃത്യമായി ചെയ്യുമെന്നും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പിന്തുണ ആവശ്യപ്പെടുകയുണ്ടായി. അത് സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശനും ജലസേചന വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ CP ജോണും മുരളീധരനും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം കൊണ്ട് അത് നടത്തും എന്ന രീതിയിൽ പറയുകയുണ്ടായി. ഇനി പ്രധാനമായും ഒറ്റണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. നാളത്തെ കൗൺസിൽ യോഗത്തിൻ്റെ UDFും LDFും ഒരുമിക്കുമോ എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി വരട്ടെ, നമുക്ക് കാണാം, നേരിട്ട് കാണാം, 5 വർഷവും ഭരിക്കും, ഈ ഭരണസമിതിക്ക് ഒരു ഇളക്കവും തട്ടുകയില്ല എന്നുള്ള ഒരു വലിയൊരു ഉറപ്പ്, ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അതിനുശേഷം ശബരിനാഥിന്റെ വിമർശനത്തിന് കൃത്യമായി മറുപടി നൽകി. ഇത് കോർപ്പറേഷൻ ശബരിനാഥ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച അവിശ്വാസ പ്രമേയം LDF തള്ളിയതോടുകൂടി, LDFിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിൻവാങ്ങൽ ഉണ്ടായതോടുകൂടി ശബരിനാഥ് ഒരു CPM BJP ഡീൽ എന്ന രീതിയിലുള്ള ആരോപണം വന്നു. ആ ആരോപണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഹാസ്യരൂപേണ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ശബരിനാഥ് പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇവിടെ CPM BJP ഡീലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് CPMന്റെ യൂണിയനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിലനിർത്തുന്നതും അവരെ സ്ഥലം മാറ്റുന്നില്ല, അവരെ നിലനിർത്തുന്നു അതിനുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന് മേയർ വിശദമായ ഒരു വിശദീകരണം നൽകിയത് ഇപ്രകാരമാണ്. വളരെ സത്യസന്ധമായി കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടി സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരെ എന്തിന് വെറുതെ സ്ഥലം മാറ്റുന്നു? അത്തരത്തിലുള്ള നിലപാടുകളൊന്നും അദ്ദേഹത്തിനില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. ആ രാഷ്ട്രീയം നോക്കി സത്യസന്ധരായ അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ്റെ വികസനത്തിന് വേണ്ടി ഭരണസമിതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം ഇതിനകത്ത് പറയുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ശബരിനാഥിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശബരിനാഥ് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയും അതിനെ തമാശ രൂപേണ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായി. എന്തായാലും നാളെ നടക്കുന്ന ഈ കൗൺസിലിൽ LDFും UDFും ഒരുമിച്ച് നിന്നാലും കൗൺസിൽ
അവിശ്വാസ പ്രമേയം അവർ ഒരുമിച്ച് നിന്ന് കൊണ്ട് പാസ്സാക്കിയാലും അതൊന്നും നടക്കുകയില്ല എന്നുള്ള രീതിയിലും വരട്ടെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, അവർ കൊണ്ടുവരട്ടെ എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിലുണ്ടായത്. അതും തന്നെ നാളെയുള്ള കൗൺസിൽ യോഗത്തിൻ്റെ തണ്ടൊടിക്കുന്ന അല്ലെങ്കിൽ മൂർച്ച ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിനാഥിൻ്റെ വിമർശനത്തിന് പറയുകയുണ്ടായി. ഇവിടെ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് വളരെ ശക്തമായി അവരുടെ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചത് BJP സർക്കാരിൻ്റെ BJPയുടെ കൗൺസിലർമാർ അല്ലെങ്കിൽ BJPയുടെ മേയർ ഭരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഉദാഹരണ സഹിതം ശബരിനാഥിനുള്ള മറുപടിയായി സൂചിപ്പിക്കുക കൂടി ചെയ്തിട്ടാണ് പത്രസമ്മേളനം അവസാനിപ്പിച്ചത്.